ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻ ഷീ. നമുക്ക് കുറച്ച് സ്പ്രിംഗ് റോൾ ഉണ്ടാക്കിയെടുത്താലോ? അതിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ, പിന്നെ ഞാൻ ചിക്കനാണ് ഇത് കണ്ടോ, ചിക്കൻ നന്നായി വേവിപ്പിച്ചെടുത്തതാണിത്. മുളകിൻ്റെ പൊടി, മഞ്ഞളിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് വേവിപ്പിച്ചെടുത്തതാണ്. കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി വേവിപ്പിച്ചെടുത്തിട്ട് ഇതേമാതിരി ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 1 ക്യാരറ്റ് ഉണ്ട്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 സവാള, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില. ആദ്യം നമുക്ക് ഇതുകൊണ്ടൊരു ചെറിയൊരു മസാല ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക് ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് മുരിഞ്ഞ് വന്നിട്ട്, മുരിയേൻ്റെ ആവശ്യമൊന്നുമില്ല, ഒന്ന് കളറ് മാറി വന്നാൽ മതി. സവാള കളറ് മാറി വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുക, കുറച്ചിട്ടാൽ മതി. അപ്പോൾ തന്നെ കുറച്ച് ഗരം മസാല പൗഡർ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. പിന്നെ കുരുമുളകിൻ്റെ പൊടി ഇതൊന്ന് നന്നായി ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ചിക്കൻ വേവിപ്പിക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്തതാണ്. കുറച്ച് സോസ്, ടൊമാറ്റോ സോസിൻ്റെ ഒക്കെ ചിക്കൻ എല്ലാം നന്നായി ചേർത്ത് വയ്ക്കുക. ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മൈദ ഇതിൽ കലക്കിയെടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാം. ഇത് ഒരു തരി പോലും കട്ടയില്ലാതെ കലക്കിയെടുക്കണേ. അഥവാ കട്ടാണെങ്കിൽ ഒന്ന് അരിച്ചെടുത്താൽ മതി, ഒന്ന് സ്റ്റൈൻ ചെയ്തെടുത്താൽ മതി. അതിങ്ങനെ അടിക്കുമ്പോൾ കട്ട വരാൻ സാധ്യതയില്ല. കണ്ടോ, ഇതിൽ കുറച്ച് കട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ചില മൈദ പോലെ ഇരിക്കും. ഒന്ന് അരിപ്പ് വെച്ചിട്ട് അരിക്കാം.
ഇതൊന്ന് അരിച്ചെടുക്കാം. കട്ടയില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. കണ്ടോ, കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ല കനം കുറച്ച് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇനി നമുക്കൊന്ന് ചുട്ട് നോക്കാം. എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഓയിൽ നമുക്ക് തുടച്ചെടുക്കാം. കണ്ടോ, അത് തുടച്ചെടുത്തിട്ട് നമുക്ക് കലക്കി വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് വേറട്ടെ, ചെറുതായി വെന്താൽ മതി. അപ്പോഴത്തേന് നമുക്ക് എടുക്കണത് ഇതെടുക്കാം. ഇത് വിട്ട് വരും, ഇതേമാതിരി ഇങ്ങനെ വിട്ട് വരും. വിട്ട് വരുമ്പോൾ എന്നിട്ട് എടുത്താൽ മതി. കണ്ടോ, അത് ഞാൻ കോൺഫ്ലവറിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ചൂടോടെ തന്നെ കോൺഫ്ലവറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി വീണ്ടും അതുപോലെ തന്നെ നമുക്ക് ഇനി ചുട്ടെടുക്കാം. തുടക്കുക. ഇതിലേക്ക് വെച്ചേക്കുക. ജാസ്തി വരുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഇതേപോലെ അങ്ങോട്ട് എടുത്താൽ മതി. ഉണ്ടോ, വെച്ചെടുക്കാം. ഒന്ന് ചെറുതായി ഒന്ന് വെന്ത് വന്നാൽ മതി. അപ്പോൾ വേഗം എടുത്തിട്ട് കോൺഫ്ലവറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. വേട്ടെ, ഇതെടുക്കാം. ഉണ്ടോ, ഇതിങ്ങനെ വിട്ട് വരും. അപ്പോൾ എടുത്താൽ നേരെ കോൺഫ്ലവറിലേക്ക് ഇട്ട് കൊടുത്താൽ. കണ്ടോ,
അധികം വേവരുത്. അപ്പോൾ ഈ കോൺഫ്ലവർ ഇതിമ്മ പിടിച്ച് കിട്ടില്ല. വേണ്ട ഇതുമായി അതുപോലെ നെക്സ്റ്റ് പറഞ്ഞു കൊടുക്കാം നമുക്ക്. കുറച്ച് എക്സ്ട്രാ വരും. മതി വേവട്ടെ. നമുക്കെല്ലാം ചുട്ടെടുത്താൽ മതി. ആ ചൂടോടെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. വേഗം ഇങ്ങനെ വിട്ട് വരും ഇതിൽ നിന്ന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് വെച്ചാൽ മതി. ഇത് നേരെ കോൺഫ്ലവറിലേക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ ഈ രീതിക്ക് ഞാനെല്ലാം ഉണ്ടാക്കിയെടുക്കാം. അടുത്തത് വെച്ച് കൊടുക്കാം. എക്സ്ട്രാ ഉണ്ടാവും ഇതിൽ. ചെറുതായി വെന്ത് വരുമ്പോൾ എടുക്കണം. ഇത് ആ കോൺഫ്ലവർ നമ്മൾ ഇത് ചുട്ടിട്ടിഞ്ഞ പാത്രം തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കോൺഫ്ലവറൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലൊന്ന് വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാം. ഇതാ ഇതിലേക്ക് നമുക്ക് കൂട്ട് വെച്ച് കൊടുക്കാം. കൂട്ട് കുറച്ച് കൂടുതൽ വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. കുറവ് വെച്ച് കൊടുത്താലും കുഴപ്പമില്ല. അത് ഓരോരുത്തർ ഇഷ്ടം പോലെ വെച്ച് കൊടുക്കാം. ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. 2 പ്രാവശ്യം ഇങ്ങനെ മടക്കി കൊടുക്കുക. ഉണ്ടോ? എന്നിട്ട് കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ കലക്കിയതാണ്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് ഒരു സ്റ്റാർട്ടറിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഇത് വെച്ച് കൊടുക്കാം നമുക്ക്. ഇത് ഈ ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക, ഈ ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. കണ്ടോ? ഇനി അടുത്തത് ഉണ്ടാക്കിയെടുക്കാം. കൂട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. ക്യാബേജൊക്കെ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ വെറും പച്ചക്കറി മാത്രം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ വെറും പച്ചക്കറി മാത്രം ഇട്ടിട്ട് ചെയ്യാം. റോൾ ചെയ്യുക. ഒന്ന് 2 പ്രാവശ്യം ഒന്ന് മടക്കിയാൽ മതി. കണ്ടോ? അപ്പോൾ അതൊക്കെ ഉള്ളിലായിക്കോളും. ഉണ്ടോ? നമുക്ക് ഈ മൈദ കലക്കി വെച്ചത് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. ഉണ്ടോ? എന്നിട്ട് ഇതിനെ ഒന്ന് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യുക. അതുപോലെ അതൊന്ന് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യുക. അപ്പോൾ അതങ്ങ് ലോക്കായി. കണ്ടോ? ഇത് വീണ്ടും അതിനെ നന്നായി കണ്ടോ നന്നായി ഫോൾഡ് ചെയ്ത് ഉണ്ടോ? ഇനി അടുത്തത് നമുക്ക് ചെയ്യാം.
ഇതിലേക്ക് നമുക്ക് കൂട്ടി വെച്ച് കൊടുക്കുക. കൂട്ട് നല്ല ഒതുക്കി വെച്ച് കൊടുക്കണേ. അപ്പം കണ്ടോ, ഇതേപോലെ നല്ല ഒതുക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് മൈദ കലക്കി വെച്ച് മൈദ പച്ചവെള്ളത്തിൽ കലക്കിയാൽ മതി. എന്നിട്ട് മടക്കി കൊടുക്കുക. ഈ ഭാഗം മടക്കി കൊടുക്കുക. ഉണ്ടോ? എന്നിട്ട് നന്നായി ഫോൾഡ് ചെയ്യുക. ഈ രീതിക്കെല്ലാം ചെയ്തെടുത്താൽ മതി. ഒരു കപ്പ് മൈദക്ക് ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കണക്കാണ്. നന്നായി അതേമാതിരി കണ്ടു ഫോൾഡ് ചെയ്യാം. ഇതിന് അങ്ങോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിന് ഇതിനോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. മതി. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. നമ്മൾ ചിക്കൻ റോള് നമുക്ക് പൊരിച്ചെടുക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിൽ ഉണ്ടാവും. കോൺഫ്ലവറിലേക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. കണ്ടോ, മൊരിഞ്ഞ് വരട്ടെ. ഇത് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. ഇങ്ങനെ തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കണം. അപ്പോൾ നന്നായി മൊരിഞ്ഞ് വരും കേട്ടോ. അതുപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കുക. കണ്ടോ, ഇനി 2 റോളും കൂടി ഉണ്ട്. അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ഇത് നന്നായി മുരിഞ്ഞിട്ട് തിരിച്ചു മറിച്ചും വെച്ച് കൊടുക്കണേ. ചിക്കൻ റോൾ ഇവിടെ കുടഞ്ഞ് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയ ചിക്കൻ റോള്. നല്ല ചൂടുണ്ട് കേട്ടോ. ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നമുക്ക്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ടേബിൾ മാറ്റാൽ മതി. കണ്ടോ, മുഴുവനായിട്ട് കൊണ്ടുവച്ചാൽ മതി. ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊണ്ടുവച്ചാൽ മതി. കണ്ടോ, കണ്ടോ, അങ്ങനെയല്ല നമുക്ക് കട്ട് ചെയ്തിട്ട് കൊണ്ടുവച്ചാൽ നല്ലതാണ്. കണ്ടോ, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക ചിക്കൻ റോളെല്ലാം. ഉണ്ടോ, ചൂടുണ്ട്. ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കണ്ടോ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊണ്ടുവയ്ക്കണം ടേബിളിൻ്റെ മേലെ. ഓക്കെ, ബൈ.